അസ്സലാമലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഡെയിലി വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല, കാരണം ചെറുക്കന്മാർ തന്നെയാണ്. അവർക്ക് കുറച്ച് ദിവസമായിട്ട് സുഖമല്ല, കുറച്ച് ദിവസമല്ല 2-3 ആഴ്ചയായിട്ട് അവർക്ക് സുഖമില്ല കേട്ടോ. നല്ല ചുമയും ജലദോഷവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പനിയൊക്കെ വരുന്നുണ്ട്. മഴയൊക്കെ അല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇന്ന് നമ്മുടെ പുതുമണവാളിനും വിരുന്നാണ് ഗൈസ്. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ അവർ വിരുന്ന് വിളിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. പക്ഷേ അവർക്കും തിരക്ക് ഞങ്ങൾക്കും തിരക്ക്, അങ്ങനെ ഓരോ ദിവസം നീണ്ട് ഇന്നിപ്പോൾ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയാണ് വിരുന്ന് വിളിച്ചേക്കണേ. ഇപ്പം ഏകദേശം സമയം മഗ്‌രിബ് ആവാറായിട്ടുണ്ട്. ഇശ ആയതിലേക്ക് അവർ വരും. ഇവളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ഇതെൻ്റെ വീട്ടിലെ പൂച്ചയാണ്. എന്നെ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു കണ്ടിട്ടുണ്ടാവും. കുഞ്ഞിലേ മുതലുള്ള ഫോട്ടോസ് ഞാൻ ഹൈലൈറ്റ്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. 2 കുഞ്ഞുള്ളൂ. ഇത്തവണ ബേബീസൊക്കെ കണ്ണ് തുറന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വന്ന് അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ടാന്ന് തോന്നുന്നു അവൾ വേഗം ഓടി വന്ന് കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്നിരുന്നു. ഇത് വെക്കടെ ആദ്യത്തെ ഡെലിവറി ഒന്നും അല്ലാട്ടെ. കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതായി ഓരോരുത്തർ പോകും, ഇവൾ മാത്രം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ബേബീസിനെ ടോയ്സൊക്കെ കൊടുത്ത് താഴേക്ക് ഇരുത്തിയേക്കാണ്. സുഖമില്ലാത്തതുകൊണ്ട് തന്നെ നല്ല വാശിയും കരിച്ച് നിൽക്കുകയാണ് രണ്ടാൾക്കോട്ടെ. എപ്പോഴും എടുത്തുകൊണ്ടൊക്കെ നടക്കണം. ഇപ്പം എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് കൊണ്ട് കെടുത്തിയേക്കാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും അവർ മൈൻഡൊക്കെ മാറാൻ കേട്ടോ. അപ്പോൾ വരുമ്പോൾ തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് ജ്യൂസ് ഉണ്ടാക്കാണ് ഉമ്മച്ചി. അവർ വന്നതിന് മുന്നേ ഹോളൊക്കെ ഒന്ന് അടിച്ചു വരാൻ പാടില്ല. ഒരു പ്രാവശ്യം അടിച്ചതാണെങ്കിലും വീട് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഒന്നുകൂടി മോടിയാവുമല്ലോ. രണ്ടാൾ സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് റെസ്പോൺസൊക്കെ ചെയ്തോളും. പിന്നെ കമിഴാൻ തുടങ്ങിയിട്ടുണ്ട്. കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്യും. ചെറിയ ടോയ്സൊക്കെ ആണെങ്കിൽ അതൊക്കെ ഹോൾഡും ചെയ്തോളും. അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കാമെന്ന്. ചിക്കൻ ബിരിയാണി മേടിച്ച, പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കഴിക്കാനുള്ള ഫ്രൂട്ട്സും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ വാഴിച്ച് നന്നാക്കാറ്. ഇതുപോലത്തെ ഐറ്റംസൊക്കെ നന്നാക്കാൻ വാഴിച്ച് തന്നെയാണ് വെജിറ്റബിൾ വാടിക്കുമ്പോഴൊക്കെ വാഴിച്ചാണ് ഇതൊക്കെ നന്നാക്കാറ്. ഇത് പിന്നെ ഭംഗി കൊച്ചുണ്ടാവും. ഉണ്ടക്കൈ വളരെ നൈസായിട്ടുള്ള അരിയുണ്ട്. സൗണ്ട് ഉണ്ടോ? അതിന് സൗണ്ട് ഉണ്ടോ? വേണ്ടി ഉണ്ടോ? ഞാനിതൊക്കെ കൂടെ കിട്ടണ കച്ചമ്പഴം ഞങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല. ഇങ്ങനെ തൈരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചമ്പഴം ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് അതുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുക്കുമ്പറും സുറുക്കിയൊക്കെ വെച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ച് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ കളിച്ച് അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയണ്ടായിട്ടാണ്. മറ്റേ ആളെ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. അവന് ഫാദിയ പാൽ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കൊക്കെ വന്നപ്പോൾ ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അവരും ഇപ്പം തന്നെ എത്തും. കേറിക്കോ പാത്തിരുന്നു. ഉറങ്ങണ് ഉറങ്ങ മരുമകൻ.
ഗ്രൂപ്പ് പാടിയാലോ പാടിന്നൊക്കെ പറഞ്ഞ് ബൈ പറഞ്ഞു. നല്ല ഫുഡായിരുന്നു, ഇഷ്ടപ്പെട്ടു, എല്ലാവരും കണ്ടു, സന്തോഷമായി. ശരി, പോട്ടോ. സോ അവരൊക്കെ പോയി. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ റോളാണ്. ഭാഗ്യത്തിന് 12:30 അവരൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിനും വഴകണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും ബൈ.